ഹലോ, റെയിൽവേയുടെ ALP പരീക്ഷയുടെ വേക്കൻസീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചേഞ്ച്, ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഒഫീഷ്യലി വെബ്സൈറ്റുകളിൽ അപ്ഡേറ്റ് ചെയ്തൊരു കാര്യമല്ല. ഇങ്ങനെ ഒരു നോട്ടീസ് കുറച്ച് സമയങ്ങളായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നോട്ടീസിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒഫീഷ്യലി വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത കാര്യമല്ല. ഇതിൽ പറയുന്നത് റെയിൽവേയുടെ ALP പരീക്ഷ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സാമിനായിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വേക്കൻസീസിനെ സംബന്ധിച്ച് ഒരുപാട് പേർക്ക് തർക്കങ്ങളുണ്ടായിരുന്നു. നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ നേരത്തെ കൊടുത്ത RTI റൈറ്റ് ടു ഇൻഫോർമേഷൻ വഴി വന്ന വേക്കൻസീസിൻ്റെ നമ്പർ വളരെ കൂടുതലായിരുന്നു. പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നപ്പം 5000-6000 റേഞ്ചിലുള്ള വേക്കൻസീസ് മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് പേര് നിരാശരായിട്ട് അത് പഠിക്കണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വേക്കൻസീസ് ഇൻക്രീസ് ചെയ്തു എന്നൊരു ഇൻഫോർമേഷനാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ക്ലിയർലി ഞാൻ ഇപ്പോൾ തന്നെ പറയട്ടെ, ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യമല്ല. അതിന് മുമ്പ് തന്നെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് വന്നത്. ഇങ്ങനെ ഒരു PDF, ഈ ഒരു PDF നിങ്ങൾക്ക് കാണാൻ പറ്റും. മോസ്റ്റ്ലി ഇത് ഫേക്ക് ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ഇത് മോസ്റ്റ്ലി ജെനുവിൻ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പോൾ ഇത് ഈ ഒരു ഇൻഫോർമേഷൻ, ഈ ഒരു PDF പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അതായത് ഓരോ സോൺ വൈസിലും ഇവിടെ നമുക്ക് വായിക്കാൻ പറ്റും. ഇൻസ്ട്രക്ഷൻസ് വെയർ ഇഷ്യൂഡ് വിത്ത് ബോർഡ് ലെറ്റേഴ്സ്. അതിൽ 5696 വേക്കൻസീസ് കാറ്റഗറി നമ്പർ CEN നമ്പർ 01/2024 നമ്മൾ റിലീസ് ചെയ്ത ആ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഓൺ റിസീപ്റ്റ് ഓഫ് അഡീഷണൽ ഡിമാൻഡ് ഓഫ് ALP ഫ്രം സോണൽ റെയിൽവേസ് ദ ഇഷ്യൂ ഹാസ് ബീൻ എക്സാമിൻഡ് ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് വിത്ത് ദ അപ്രൂവൽ ഓഫ് കോമ്പീറ്റന്റ് അതോറിറ്റി. അതായത് നിങ്ങൾക്കറിയാം, ALPയുടെ നോട്ടിഫിക്കേഷനിൽ ഇത്രയും കുറവ് വേക്കൻസി വന്നപ്പോൾ തന്നെ റെയിൽവേയിലെ ഉദ്യോഗസ്ഥരും റെയിൽവേയിലെ എംപ്ലോയീസും തന്നെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. വേക്കൻസീസ് ഇത്രയല്ല ഫില്ല് ചെയ്യേണ്ടത്, അവർക്ക് എക്സ്ട്രാ ഡ്യൂട്ടിയാണ്, എക്സ്ട്രാ ബേർഡൻ ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ന്യൂസുകൾ നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ ഒരു വെളിച്ചത്തിലാവണം ഇങ്ങനെ ഒരു ചേഞ്ചും ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷനും വന്ന്. അന്ന് നമ്മളോട് ചോദിച്ച ആൾക്കാർ ഒരുപാട് പേര് എൻ്റെ ലാസ്റ്റ് അന്ന് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പറഞ്ഞ വേക്കൻസീസ് ഞാൻ വളരെ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ 5000-6000 വേക്കൻസിയോ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു വേക്കൻസീസിൻ്റെ നമ്പർ കൂടുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഏകദേശം ഈ ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ അന്ന് പറഞ്ഞ ആ കാര്യം ശരിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. വേക്കൻസീസിൻ്റെ നമ്പർ കൂടിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് വന്ന ചേഞ്ച് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം 5696 വേക്കൻസീസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് ALP എക്സാമുമായിട്ട് ബന്ധപ്പെട്ട്. അതേസമയം ഇപ്പോൾ റിവൈസ്ഡ് ആയിട്ടുള്ള എൻഹാൻസ് ചെയ്ത പുതിയ നമ്പർ ഓഫ് വേക്കൻസീസ് പറയുന്നത് 18799 ഒരു ഹ്യൂജ് ചേഞ്ച്, 3 ഇരട്ടിയിൽ കൂടുതൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ചാണ്. 3 ടൈംസിൽ കൂടുതൽ. കുറേ ആൾക്കാരെങ്കിലും വേക്കൻസി കുറവാണെന്ന് കരുതി ഈ പരീക്ഷയ്ക്ക് പഠിക്കണോ, ഇത്രയും വേക്കൻസി ഉള്ളൂ എന്നൊക്കെ കരുതി വിഷമിച്ചിരിക്കുന്ന ആൾക്കാരെ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സ് എടുത്തവരാണെങ്കിൽ പോലും വേക്കൻസി ഇത്രയും ഉള്ളൂ, സാധാരണ ഇങ്ങനെയല്ലോ, അവർ ഡെസ്പായി അല്ലെങ്കിൽ ചിലപ്പം ഇനി പഠിക്കണോ എന്ന് വരെ തീരുമാനിച്ച് ചിന്തിച്ചിരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ആക്ച്വലി കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നില്ല. അവരോടൊക്കെ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യൂ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യൂ, ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ വഴിയിൽ വരും. നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്തോളുക. നിങ്ങളുടെ സമയം എത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള കാര്യം കിട്ടുമെന്ന് അന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് പോസിറ്റീവായിട്ടുള്ളതാണ്. അതെല്ലാം മനസ്സിലാക്കി അങ്ങനെ തന്നെ പഠിച്ച് കണ്ടിന്യൂ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. 18799 വേക്കൻസീസാണ് ഇപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ സോൺ വൈസും സെൻട്രൽ റെയിൽവേയിൽ 535 വേക്കൻസീസ് ഉണ്ടായിരുന്നുള്ളൂ. അത് 1783 നമ്പർ ഓഫ് വേക്കൻസീസ് ആയിട്ട് മാറി. അതുപോലെ ഈസ്റ്റ് സെൻട്രൽ 76 തന്നെയാണ്. പിന്നെ ഹ്യൂജ് ചേഞ്ച് വന്നിരിക്കുന്നത്, വലിയൊരു ചേഞ്ച് വന്നിരിക്കുന്ന സോൺസ് നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ 585 വേക്കൻസീസ് ആയിരുന്നു നേരത്തെ നോട്ടിഫൈ ചെയ്തത്. അത് 1949 വേക്കൻസി ആയി. അതുപോലെ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ 1192, 3973 വേക്കൻസീസ് ആയി. ഇങ്ങനെ വലിയ ചേഞ്ചുകൾ ഈ പറയുന്ന എല്ലാ പോസ്റ്റുകളിലും എല്ലാ ബോർഡുകളിലും ചേഞ്ച് വന്നിട്ടുണ്ട്. ടോട്ടൽ ചേഞ്ച് നിങ്ങൾ മനസ്സിലാക്കുക, 6000 എന്നതിന് അടുത്ത് വരുന്ന നമ്പർ 3 ഇരട്ടിയിൽ കൂടുതലാവുന്ന വേക്കൻസീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം എക്സാമിന് ഇനിയും വളരെ കുറച്ച് സമയമുള്ളൂ. പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുക. മാത്രമല്ല, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഓപ്ഷൻസ് ആണ് നോക്കുന്നതെങ്കിൽ ഒന്നിൽ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്റർ നിങ്ങൾക്ക് നോക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ സെൻറ്റർ നിങ്ങൾക്ക് നോക്കി പ്രിപ്പയർ ചെയ്യാം. അതും അല്ലെങ്കിൽ ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്. ALPയുടെ തന്നെ കോഴ്സ് നമ്മൾ വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ കോഴ്സ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഓർഡറിൽ തന്നെ കുറച്ചുകൂടെ എക്സ്ട്രാ എഫേർട്ട് ഇട്ടാൽ പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.